ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതുപോലെ ഇന്നും നമ്മളൊരു പാചക വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ചെറുപയറു പരിപ്പ് പായസം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പായസമാണ്. ഇന്ന് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാചകത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പാചകത്തിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പായസത്തിന് ആവശ്യമായിട്ടുള്ള ചെറുപയർ പരിപ്പ് ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പായസമാണ് ചെറുപയർ പരിപ്പിൻ്റെ പായസം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്നത് ചെയ്യുന്നത്. ഇതാ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് പരിപ്പ് എടുക്കാം. ഇവിടെ ഞാൻ ഈ ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ആ എണ്ണ ഇതിനകത്തൊന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ തേങ്ങ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒഴിക്കുന്നത് 3-ാം പാലാണ്. ഏകദേശം 1.5 ഗ്ലാസ് 3-ാം പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പാലും പരിപ്പും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നു. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ പിന്നീട് ഒഴിച്ചു കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ. 2-3 വിസിലടിക്കാം. വിസിലടിച്ച് പൂർണ്ണമായിട്ടും എയർ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്കൊന്ന് കോരി നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2-ാം പാലാണ്. 2-ാം പാല് നമ്മൾ ഒഴിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു ഇച്ചിരി ഒഴിച്ചിരുന്നു, അത് സ്കിപ്പായി പോയി വീഡിയോ. എന്തായാലും 2-ാം പാല് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയ 2-ാം പാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര പാനിയാക്കിയതാണ്. നേരത്തെ തന്നെ നമ്മൾ ശർക്കരയെല്ലാം പാനിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. 2 ഉരുള ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ ശർക്കര പാനി ആ പാലിലും ആ പരിപ്പിലുമൊക്കെ മിക്സായി വരണം. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ടെല്ലാം കൂടി മിക്സായിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് മൂടിയെടുത്ത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. നമ്മൾ വീണ്ടും ഒന്ന് മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു. കാരണം നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. അതിനിടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളത് പായസം നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കും തോറും കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളൊരു സാധനം എന്ന് പറയുന്നത് നല്ല ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതാണ്. അത് ഇട്ട് കൊടുക്കുന്നു. ഇനി വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ എന്ത് സാധനം ഇതുപോലെ ചേർത്ത് കൊടുത്താലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗത്തേക്കും അത് മിക്സായി വരികയുള്ളൂ. വീണ്ടും നമ്മൾ മൂടിയെടുത്ത് അടച്ചു വയ്ക്കുന്നു. അല്പസമയത്തിന് ശേഷം വീണ്ടും നമ്മൾ മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. തിളയ്ക്കുന്നുണ്ട് പായസം. അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കുക. പായസം തിളയ്ക്കുന്നത് നമുക്കിതേ കാണാം. ഇനി നമ്മൾ 1-ാം പാല് തേങ്ങ പിഴിഞ്ഞ് വെച്ച 1-ാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒഴിച്ചു കഴിഞ്ഞു.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അത് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, എള്ള് എന്നിവയാണ്. അത് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പായസം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടിയിൽ നേരത്തെ പറഞ്ഞ പോലെ പിടിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പുറത്ത് നമുക്ക് ഈ താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. എള്ള്, കപ്പലണ്ടി, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ് ഇവയെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയിൽ ഇതൊക്കെ ഇനിയൊന്ന് മൂപ്പിച്ചെടുക്കണം. ചട്ടിയിലൊഴിച്ച എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ മൂത്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഓരോന്നും ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്കിടാം. രണ്ടാമത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി മുഴുവനായിട്ടും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കണം. കപ്പലണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് നമ്മൾ മൂപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്. മൂത്ത് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് അവസാനമായിട്ട് ഇടാനുള്ളത് എള്ളാണ്. എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡിയാകും. ഏകദേശം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇനി നമുക്ക് പായസം ഒന്ന് തുറന്നു നോക്കാം. അതിലേക്ക് ഇതാ മൂപ്പിച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കി കൊടുക്കുക. മൂപ്പിച്ച സാധനങ്ങളെല്ലാം നമ്മുടെ പായസത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരണം. ഒന്നുകൂടി നമ്മൾ മൂടി വയ്ക്കുന്നു. ഒരല്പസമയത്തിന് ശേഷം നമ്മൾ വീണ്ടും മൂടി തുറന്ന് പായസം നമ്മൾ സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഉണ്ട്, അടിപൊളി പായസം. നല്ല സൂപ്പറായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുന്നു. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആഗ്രഹം പറയുമ്പോൾ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പായസമാണ് ചെറുപയർ പരിപ്പ് പായസം. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് മുതിർന്നവർക്കുമൊക്കെ ഇഷ്ടപ്പെട്ടൊരു പായസം തന്നെയാണിത്. അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മളെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.